ഓക്കെ, ഈ വീക്കെൻഡെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പറ്റിയില്ല. എവിടെ തിരിഞ്ഞാലും ട്രാഫിക്കാണ്. അങ്ങനെ ഫൈനലി മറൈൻ ഡ്രൈവ് വന്നെത്തി. ഇവിടെ വന്ന് കാറ്റും കാഴ്ചയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചാലും ഇവിടുത്തെ കൊതുക് നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു തൊട്ടടുത്തുള്ള ക്യൂൻസ് വേ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. ക്യൂൻസ് വേ ഈസ് ഓൾവേസ് ബെറ്റർ. ആ ഒരു ബഹളമാണെങ്കിലും പാട്ടാണെങ്കിലും ഒച്ചപ്പാടാണെങ്കിലും കടയാണെങ്കിലും ഇത്രയധികം ഫുഡ് സ്പോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിന് ആശ്വാസമാണ്. കയറി വന്നപ്പോഴേ എൻ്റെ ഫസ്റ്റ് കണ്ണിൽപ്പെട്ടത് എൻ്റെ സ്വന്തം സ്വീറ്റ് കോർണാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കട ഇവിടെ കാണുന്നത്. സാധനം കുഴപ്പമില്ല, 40 രൂപയാണ് ചെറിയ കപ്പിന് പ്രൈസ് വരുന്നത്. അത്രയും ഒരു ഓവർ ഹൈബ്രിഡ് പറയാനായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ സ്വീറ്റ് കോൺ അത്രേ ഉള്ളൂ. 5-6 വെറൈറ്റീസൊക്കെ അവൈലബിൾ ആണ്. കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ദ മൊമോ ഷോപ്പിലാണ്. മൊമോസ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടേ അല്ല അങ്ങോട്ട് വന്നത്. പക്ഷെ ആരൊക്കെയോ കഴിക്കുന്നത് കണ്ടപ്പം നമുക്കും കഴിക്കണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ സ്റ്റീംഡ് മൊമോസ് പറഞ്ഞത് 80-70 എന്തോ റേഞ്ചുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് കുടിക്കാനായിട്ട് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു, വിത്തൗട്ട് ഷുഗർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാനിപ്പൂരി പിടിക്കാം. കുറേ നാളെ കഴിക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ വിട്ട് പോവാണ്. സന്ദർഭവും സാഹചര്യവും അനുയോജ്യമായി വന്നപ്പം നമ്മൾ അതും അങ്ങ് കഴിച്ചു. ഷടപടേന്ന് കഴിഞ്ഞു. വയറ് നിറയാൻ ഇനി കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. എന്ത് മേടിക്കുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് ഈ കട കാണുന്നത്. ഇവിടെ നമുക്ക് ചിക്കൻ 65ഉം പിന്നെ കണ്ണിപ്പെട്ടത് കുറച്ച് ഫ്രൈസുമാണ്. എന്നാൽ ഇതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓർഡർ കൊടുത്ത്. പിന്നെ അതും ഇതൊക്കെ വാങ്ങണമെന്നുണ്ട്. ആക്രാന്തം പിടിച്ച് വാങ്ങിയിട്ട് കഴിക്കില്ലെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ലിമിറ്റ് ചെയ്ത് ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ലാസ്റ്റ് നമുക്ക് ഒഴിവാക്കണമെന്ന് വിചാരിച്ചാലും പറ്റാത്തൊരു സാധനം പെപ്സിയും കൂടെ വാങ്ങിച്ച് ആ ദിവസം അങ്ങോട്ട് തീർത്തു.